സുഹൃത്തുക്കളെ, ഈ വരുന്ന 12 മാസത്തെപ്പറ്റി ടാരോയിലൂടെ നിങ്ങൾ എന്താണ് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഏപ്രിൽ മന്ത് എടുക്കുമ്പോൾ ഡെത്ത് കാർഡ് വന്നിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ചുകൊണ്ടിരുന്ന എല്ലാവിധ വിഷമങ്ങൾക്കും പരിസമാപ്തിയായിരിക്കുന്നതാണ്. നിങ്ങൾക്കിതാ ഒരു പുതിയ ബിഗിനിങ് ഇതോടുകൂടി വന്നിരിക്കുന്നു. മെയ് മന്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ മജീഷ്യൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ന്യൂ സ്കില്ലെല്ലാം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ട സമയമേ. ന്യൂ സ്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾക്കുള്ളിലുള്ള എല്ലാവിധ കഴിവുകളും നിങ്ങൾ പുറത്തേക്ക് എടുക്കേണ്ടതുണ്ട്. അതിനുശേഷം ജൂണിലേക്ക് വരാൻ നേരത്തെ നിങ്ങളിൽ അത്യാവശ്യം ഫിനാൻഷ്യലായിട്ട് ഏണിംഗ് ഒക്കെ വന്ന് തുടങ്ങും. ജൂലൈ നിങ്ങൾ കോൺഫിഡൻസോടുകൂടി മുന്നേറും എന്നുള്ളൊരു സൂചനയാണ് തരുന്നത്. ഓഗസ്റ്റിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കോൺഫ്ലിക്റ്റുകളൊക്കെ നേരിടേണ്ടി വരും. അതേപോലെ ചെറിയ ഈഗോ പ്രോബ്ലംസ് അങ്ങനെയുള്ളതൊക്കെ നേരിടേണ്ടി വരും. അതിൽ നിന്ന് നിങ്ങൾ സെപ്റ്റംബർ ആകുമ്പോഴത്തേക്കും റിക്കവറായി വരുന്നതാണ്. ഒക്ടോബറിൽ നിങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള വഞ്ചന, ചതി എന്നിവയൊക്കെ നേരിടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്താണെങ്കിലും അത് കരുതി മുൻകൂട്ടി ഇരിക്കുക. പിന്നെ നമ്മൾ നവംബറിലേക്ക് വരാൻ നേരത്ത്, നവംബർ നിങ്ങൾക്ക് നല്ലൊരു മന്തായിരിക്കും. നിങ്ങളിലുള്ള ആഗ്രഹങ്ങളൊക്കെ ഏകദേശം വന്ന് ചേരുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാര്യങ്ങൾ കിട്ടുന്ന ടൈമാണ്. ഡിസംബറിലേക്ക് വരുമ്പോൾ നിങ്ങളൊരു പുതിയൊരു പാർട്ട്ണറിനെ കണ്ടെത്തും. അത് ചിലപ്പോൾ നിങ്ങളുടെ ബിസിനസ് പാർട്ട്ണർ ആവാം, അതേപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് വേണ്ട ഒരു ലൈഫ് പാർട്ട്ണർ ആവാം. അപ്പോൾ ഡിസംബർ നിങ്ങൾക്ക് വളരെ നല്ലൊരു മാസമായിട്ട് കാണുന്നുണ്ട്. ജാനുവരിയിൽ നിങ്ങൾ അത്യാവശ്യം ഫിനാൻഷ്യലേക്ക് ഓക്കെ ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്കൊക്കെ വേണ്ട ചെറിയ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. ഫെബ്രുവരിയിൽ നിങ്ങൾ വളരെയധികം ഫ്രീഡത്തോടും നിങ്ങൾ ഒരു സ്വന്തം ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലേക്ക് നിങ്ങൾ ഫെബ്രുവരിക്ക് ആകുമ്പോഴത്തേക്ക് എത്തുകയും ചെയ്യും. മാർച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ആയിട്ട് പോകും എന്നാണ് പറയുന്നത്.